In Module 6, start with welding. That is, welding is a process of joining similar or dissimilar metals by the application of heat with or without the application of pressure or without the addition of filler material. That is welding. That is, welding means it is a joining process. Then next is weldability. Weldability is the capacity of material to be welded under the fabrication conditions and to perform satisfactory in the intended survey. That is, a weldability means the ability of a material to be welded. ആ എബിലിറ്റി വെൽഡ് ചെയ്യാനുള്ള മെറ്റീരിയലിൻ്റെ എബിലിറ്റിയാണ് വെൽഡബിലിറ്റി. ഇനി ദെൻ വെൽഡബിലിറ്റി അഫക്റ്റിംഗ് ഫാക്ടേഴ്സ് ഏതൊക്കെ നോക്കി കഴിഞ്ഞാൽ ദാറ്റ് ഈസ് മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ദി മെറ്റൽ, തെർമൽ കണ്ടക്ടിവിറ്റി, തെർമൽ എക്സ്പാൻഷൻ, സർഫസ് കണ്ടീഷൻ, ചേഞ്ച് ഇൻ മൈക്രോസ്ട്രക്ചർ. ഇതാണ് വെൽഡബിലിറ്റി അഫക്റ്റ് ചെയ്യുന്ന കണ്ടീഷൻസ്. ദെൻ ക്ലാസിഫിക്കേഷൻ ഓഫ് വെൽഡിംഗ്. മെയിൻലി 2 ടൈപ്സ് വെൽഡിംഗ് പ്രോസസ് ഉണ്ട്. ദാറ്റ് ഈസ് പ്ലാസ്റ്റിക് വെൽഡിംഗ് ആൻഡ് ഫ്യൂഷൻ വെൽഡിംഗ്. ഇൻ പ്ലാസ്റ്റിക് വെൽഡിംഗ് എന്ന് പറഞ്ഞാൽ മെറ്റൽസിനെ ഹീറ്റ് ചെയ്തിട്ട് പ്രഷറും കൂടെ അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ ജോയിൻ ചെയ്തെടുക്കുന്നത്. ദാറ്റ് ഈസ് ഇൻ ദിസ് ടൈപ്പ് ഓഫ് വെൽഡിംഗ് ദ മെറ്റൽസ് വി ജോയിൻ ആർ ഹീറ്റഡ് ടു ദി പ്ലാസ്റ്റിക് സ്റ്റേറ്റ് ആൻഡ് ദെൻ ഫോഴ്സ് ടുഗദർ ബൈ എക്സ്റ്റേണൽ പ്രഷർ. പ്ലാസ്റ്റിക് സ്റ്റേറ്റ് വരെ ഹീറ്റ് ചെയ്യത്തുള്ളൂ, എന്നിട്ട് പ്രഷർ അപ്ലൈ ചെയ്ത് ജോയിൻ ചെയ്തെടുക്കും. ദെൻ ഫ്യൂഷൻ വെൽഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് മെറ്റീരിയൽസിനെ ഫ്യൂസിബിൾ സ്റ്റേറ്റ് വരെ ഹീറ്റ് ചെയ്യും, എന്നിട്ട് പ്രഷർ അപ്ലൈ ചെയ്തില്ല, എന്നിട്ട് ജോയിൻ ചെയ്യുന്ന പ്രോസസ്സാണ് ഫ്യൂഷൻ വെൽഡിംഗ്. ദാറ്റ് ഈസ് ഇൻ ദിസ് ടൈപ്പ് ഓഫ് വെൽഡിംഗ് നോ പ്രഷർ ഈസ് ഇൻവോൾവ്ഡ് ബട്ട് എ വെരി ഹൈ ടെമ്പറേച്ചർ ഈസ് പ്രൊഡ്യൂസ്ഡ് ഓർ നിയർ ദ ജോയിൻറ്റ്. ദ മെറ്റൽ ദി ജോയിൻറ്റ് ഈസ് ഹീറ്റഡ് ടു ദി മോൾട്ടൺ സ്റ്റേറ്റ് ആൻഡ് അലൗഡ് ഇറ്റ് ടു സോൾഡിഫൈ. അതാണ് ഫ്യൂഷൻ വെൽഡിംഗ് പ്രോസസ്. ദെൻ അഡ്വാൻറ്റേജസ്. എന്തൊക്കെയാണ് അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ ഓവറോൾ കോസ്റ്റ് ഓഫ് വെൽഡിംഗ് equipment is low, then large number of metals can be welded, then welding operation can be mechanized, then high corrosion resistance compared to bolting and riveting, then portable welding equipments are available. Then disadvantages of welding, that is welding operations distorts the workpiece, then skilled worker is a must to produce a good weld, then welded joints require heat treatment, then welding produces chemical and physical changes, then some welding operations give harmful radiation. These are the advantages and disadvantages of welding process. Then ടൈപ്സ് ഓഫ് വെൽഡിങ്. എന്തൊക്കെ ടൈപ്പ് വെൽഡിംഗ് ആണുള്ളത്? മെയിനായിട്ട് ഇതിനെ ക്ലാസിഫൈ നമ്മൾ പറഞ്ഞു പ്രഷർ വെൽഡിങ്ങും ഫ്യൂഷൻ വെൽഡിംഗ് എന്നാണ്. ഇനി ഈ ഫ്യൂഷൻ വെൽഡിങ്ങിൻ്റെ അകത്ത് വരുന്നതാണ് ഗ്യാസ് വെൽഡിങ്, ആർക്ക് വെൽഡിങ്, റെസിസ്റ്റൻസ് വെൽഡിങ്. ഇതെല്ലാം അതുപോലെ അതിനെ പ്രഷർ അപ്ലൈ ചെയ്തില്ല, ഫ്യൂസിബിൾ സ്റ്റേറ്റ് വരെ ഹീറ്റ് ചെയ്തിട്ട് അതിനെ ജോയിൻ ചെയ്തെടുക്കുന്നു. അപ്പോൾ ആ ഒരു പ്രോസസ്സ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ടൈപ്സ് ഓഫ് വെൽഡിങ്ങിൽ ഫസ്റ്റ് വരുന്ന ഗ്യാസ് വെൽഡിംഗ് ആണ്. അപ്പോൾ അതിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഓക്സി അസറ്റിലിൻ വെൽഡിംഗ്, എയർ അസറ്റിലിൻ വെൽഡിംഗ്, ഓക്സി ഹൈഡ്രജൻ വെൽഡിംഗ് ആൻഡ് പ്രഷർ ഗ്യാസ് വെൽഡിംഗ് ആണ്. പിന്നെ അടുത്ത് വരുന്നത് ആർക്ക് വെൽഡിംഗ്. ആർക്ക് വെൽഡിൻ്റെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ കാർബൺ ആർക്ക് വെൽഡിംഗ്, മെറ്റൽ ആർക്ക് വെൽഡിംഗ്, മെറ്റൽ ഇനർട്ട് ഗ്യാസ് ആർക്ക് വെൽഡിംഗ്, ഗ്യാസ് ടങ്സ്റ്റൺ ആർക്ക് വെൽഡിംഗ്, അറ്റോമിക് ഹൈഡ്രജൻ ആർക്ക് വെൽഡിംഗ്, പ്ലാസ്മ ആർക്ക് വെൽഡിംഗ്, സബ്മർജ്ഡ് ആർക്ക് വെൽഡിംഗ്, ഫ്ലസ്കോഡ് ആർക്ക് വെൽഡിംഗ്, ഇലക്ട്രോസ്ലാഗ് വെൽഡിംഗ്. ഇതൊക്കെയാണ് ആർക്ക് വെൽഡിങ്ങിൻ്റെ ടൈപ്സ്. പിന്നെ റെസിസ്റ്റൻസ് വെൽഡിങ്ങിൻ്റെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ബട്ട് വെൽഡിംഗ്, റെസിസ്റ്റൻസ് പ്രൊജക്ഷൻ വെൽഡിംഗ്, സീം വെൽഡിംഗ്, സ്പോട്ട് വെൽഡിംഗ്, ഹൈ ഫ്രീക്വൻസി റെസിസ്റ്റൻസ് വെൽഡിംഗ്, പ്രൊജക്ഷൻ വെൽഡിംഗ്. പിന്നെ അടുത്ത് വരുന്നത് നാലാമത്തെ പറയുന്നത് തെർമോ കെമിക്കൽ വെൽഡിംഗ് പ്രോസസ്. അതിൽ വരുന്നത് തെർമിറ്റ് വെൽഡിംഗ് ആണ്. ഫിഫ്ത്ത് പ്രോസസ് എന്ന് പറയുന്നത് സോൾഡ് സ്റ്റേറ്റ് വെൽഡിംഗ്. അപ്പോൾ അതിൻ്റെ അകത്ത് വരുന്ന ഫ്രിക്ഷൻ വെൽഡിംഗ്, എക്സ്പ്ലോഷൻ വെൽഡിംഗ്, അൾട്രാസോണിക് വെൽഡിംഗ് ആൻഡ് ഡിഫ്യൂഷൻ വെൽഡിംഗ്. ഏറ്റവും ലാസ്റ്റ് വരുന്ന റേഡിയൻ്റ് എനർജി വെൽഡിംഗ്. അപ്പോൾ അതിൽ വരുന്ന ഇലക്ട്രോൺ ബീം വെൽഡിങ്ങും ലേസർ ബീം വെൽഡിങ്ങും ആണ്. ഇനി ഇതിൻ്റെ അകത്ത് വെൽഡിംഗ് ആസ് കമ്പയർഡ് ടു റിവറ്റഡ് ആൻഡ് കാസ്റ്റിംഗ്, അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, അത് നോക്കുക, നോക്കി വിടുക. ദെൻ അടുത്ത നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ മെയിൻ ടൈപ്പ് ഫസ്റ്റ് വരുന്നത് ഗ്യാസ് വെൽഡിംഗ് ആണ്. അപ്പോൾ എന്താണ് ഗ്യാസ് വെൽഡിംഗ്? ഇപ്പോൾ ഗ്യാസ് വെൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് പറയുന്നത് ഇറ്റ്സ് എ ജനറൽ ടൈം യൂസ് ടു ഡിസ്ക്രൈബ് ആൻഡ് വെൽഡിംഗ് പ്രോസസ് ദാറ്റ് യൂസസ് എ ഫ്യൂൽ ഗ്യാസ് കമ്പൈൻഡ് വിത്ത് ഓക്സിജൻ ടു പ്രൊഡ്യൂസ് എ ഫ്ലെയിം. ഇതിനകത്ത് ഓക്സിജനും അസറ്റിലിനും, ഇപ്പോൾ ഒരു ഓക്സിജനും പിന്നെ ഫ്ലെയിമബിൾ ഗ്യാസ് അതായത് അസറ്റിലിനും കൂടെയാണ് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ഓക്സിജൻ അസറ്റിലും കൂടെ മിക്സ് ചെയ്ത് ഫ്ലെയിം ഉണ്ടാക്കിയെടുക്കും. ആ ഫ്ലെയിമിന് എവിടെയാണോ നമ്മൾ ജോയിൻ ചെയ്യാണ്ട് അതിലോട്ട് പാസ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് ആ ഒരു പാർട്ടിനെ മെൽറ്റ് ചെയ്തിട്ട് രണ്ടും കൂടെ സോൾഡിഫൈ അപ്പോൾ ജോയിൻ്റ് ആയിച്ചിരുന്നത്. അതാണ് ഓക്സി ഗ്യാസ് വെൽഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഓക്സി ഫ്യൂൽ ഗ്യാസ് വെൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഓക്സിജനും, അപ്പോൾ ഇതിൻ്റെ അകത്ത് ഫ്ലെയിമബിൾ ഗ്യാസ് നമ്മൾ ജനറലായിട്ട് യൂസ് ചെയ്യുന്ന അസറ്റിലിനാണ്. അപ്പോൾ അങ്ങനെയാണ് ഗ്യാസ് വെൽഡിംഗ് ചെയ്യുന്നത്. ദെൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഓക്സി ഫ്യൂൽ ഗ്യാസ് ക്യാൻ ബി ഈസിലി കൺട്രോൾഡ്, ഇറ്റ് ക്യാൻ ബി വെൽഡ് മോസ്റ്റ് കോമൺ മെറ്റീരിയൽസ്, ദെൻ കോസ്റ്റ് ഈസ് ലോ, വെൽഡർ ഹാസ് കൺസിഡറബിളി കൺട്രോൾ ഓവർ ദി ടെമ്പറേച്ചർ ഓഫ് ദി മെറ്റൽ ഇൻ ദി വെൽഡ് സോൺ. ദെൻ ഡിസഡ്വാൻറ്റേജ് ഒക്കെയെന്ന് വെച്ചാൽ ഹെവി സെക്ഷൻ കനോട്ട് ബി ജോയിൻഡ് ആണ്. പിന്നെ മെറ്റൽസ് ഹാവ് ഹൈ മെൽറ്റിംഗ് പോയിൻറ്റ്സ്. Then flux used to produce fumes that are irritated to the eyes, nose and lungs ആണ്. It is lower than arc welding process. Then distortion to workpiece is more compared to arc welding process. Then equipment and gases are expensive. Then careful handling and storing is required. Then applications. Then it is used for thin section. Then it is used for automobile and aircraft industry. Then it is used for joining various ferrous and non-ferrous metals. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്, ആപ്ലിക്കേഷൻസ്. പിന്നെ ഇതിൽ ഫസ്റ്റ് വരുന്ന ഗ്യാസ് വെൽഡിങ്ങിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞപ്പോൾ ഗ്യാസ് വെൽഡിങ് എങ്ങനെയാണ് ചെയ്യുന്നത്? അപ്പോൾ ഓക്സി ഫ്യൂൽ ഗ്യാസ് വെൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഓക്സിജനും
ഒരു ഫ്ലെയിമബിൾ ഗ്യാസും കാണും, അത് മിക്സ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ മെയിൻ ടൈപ്പാണ് ഓക്സി അസറ്റിലിൻ വെൽഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഓക്സി അസറ്റിലിൻ എന്ന് പറഞ്ഞാൽ ഓക്സിജനും അസറ്റിലിനും കൂടെ മിക്സ് ചെയ്യും. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ആ ഫ്ലെയിം ഉണ്ടാക്കിയെടുക്കാം. ആ ഫ്ലെയിം നമുക്ക് എവിടെയാണോ ജോയിൻ ചെയ്യാനുള്ള അതിലോട്ട് പാസ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു ഫിഗർ കാണിച്ചിട്ടുണ്ട് ഗ്യാസ് വെൽഡിങ്ങിൻ്റെ അകത്ത്. അപ്പോൾ അതിൻ്റെ അകത്ത് ആ ടോർച്ച് ടിപ്പിൽ കൂടെയാണ് ഫ്ലെയിം വരുന്നത്. പിന്നെ ഒരു വെൽഡിംഗ് റോഡ്, ആ വെൽഡിംഗ് റോഡ് അതിൻ്റെ അകത്തോട്ട് വെച്ചെടുക്കും. പിന്നെ ഈ രണ്ട് പീസസുകൾ തമ്മിലാണ് ജോയിൻ ചെയ്യാനുള്ളത്. എന്നിട്ട് ആ ടോർച്ച് ടിപ്പിൽ നിന്ന് ഫ്ലെയിം വരെ, ആ ഫ്ലെയിം എന്ന് പറഞ്ഞാൽ ഹീറ്റാണ് അതിൻ്റെ അകത്ത് വരുന്നത്. എന്നിട്ട് ആ ഹീറ്റ് യൂസ് ചെയ്തിട്ട് അതിനെ മെൽറ്റ് ചെയ്യും. പിന്നെ അത് സോൾഡിഫൈ ആകുമ്പോഴത്തേക്ക് അത് ജോയിൻ്റ് ആയി തീരും. അപ്പോൾ അതാണ് ഓക്സി അസറ്റിലിൻ വെൽഡിംഗ്. അപ്പോൾ ആ ഫിഗർ വരയ്ക്കണം, ഫിഗർ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇതിൻ്റെ അകത്തുള്ള എങ്ങനെയാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് പാർട്സ് ഓക്സി അസറ്റിലിൻ വെൽഡിംഗ് എക്യുപ്മെൻറ്റ്സ്, അതായത് ഓക്സി അസറ്റിലിൻ ഗ്യാസ് വെൽഡിങ്ങിൻ്റെ അകത്ത് വരുന്നതിൻ്റെ മെയിൻ പാർട്സ് ഏതൊക്കെയാണ്. അപ്പോൾ അതിനകത്ത് വരുന്നത് ഒരു അസറ്റിലിൻ സിലിണ്ടർ ഉണ്ടായിരിക്കും, പിന്നെ ഓക്സിജൻ സിലിണ്ടർ. ഇത് രണ്ടിനും കൂടെ മിക്സ് ചെയ്യും. ഓക്സിജൻ അസറ്റിലിൻ്റെ മിക്സ് ചെയ്തിട്ടുള്ള ഫ്ലെയിം ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിന് പ്രഷർ റെഗുലേറ്റർ, ഇത്ര പ്രഷറിലാണ് അത് പാസ് ചെയ്യാനുള്ളതെന്ന് നോക്കിയിട്ട്, പിന്നെ അതിൻ്റെ അകത്തൊരു വെൽഡിംഗ് മിക്സിംഗ് ചേമ്പറാണ്, അവിടെ വെച്ചിട്ട് മിക്സ് ചെയ്യും. പിന്നെ ആ വെൽഡിംഗ് ടോർച്ച് വഴി ഫ്ലെയിം ഉണ്ടാക്കി ഇതിനകത്തോട്ട് പാസ് ചെയ്യും. ആ ഫ്ലെയിമാണ് നമ്മൾ അതിനകത്തോട്ട് പാസ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിനകത്തുള്ള മെയിൻ പാർട്സുകൾ ഏതൊക്കെയെന്ന് പറഞ്ഞാൽ, ഇമ്പോർട്ടൻറ്റ് പാർട്സ് എന്ന് പറഞ്ഞാൽ അസറ്റിലിൻ സിലിണ്ടർ, ഓക്സിജൻ സിലിണ്ടർ, ഓക്സിജൻ ആൻഡ് അസറ്റിലിൻ പ്രഷർ റെഗുലേറ്റർ, വെൽഡിംഗ് ടോർച്ച്, ഇതൊക്കെയാണ് ഇതിനകത്തുള്ള മെയിൻ പാർട്സുകൾ. പിന്നെ വെൽഡിംഗ് റോഡ്സ് ഉണ്ട്, ഫ്ലക്സ്. അപ്പോൾ ഇത് ഇത്രയാണ് മെയിൻ പാർട്സ് വെൽഡിംഗ് എക്യുപ്മെൻറ്റിൻ്റെ അകത്ത് വരുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് ഫ്ലെയിം ക്യാരക്ടറിക്സ് ഉണ്ട്. ഇപ്പോൾ ഫ്ലെയിം ക്യാരക്ടറിക്സ് എന്ന് എക്സാമിന് ചോദിക്കുന്നത് എത്ര ടൈപ്പ് ഫ്ലെയിം ഉണ്ടെന്ന്. അപ്പോൾ അത് നമ്മളിപ്പോൾ ഗ്യാസ് ഫ്ലെയിമിൻ്റെ അകത്ത് മെയിനായിട്ട് 3 ടൈപ്പ് ഫ്ലെയിമാണുള്ളത്: ന്യൂട്രൽ ഫ്ലെയിം, ഓക്സിഡൈസിങ് ഫ്ലെയിം ആൻഡ് കാർബറൈസിങ് ഫ്ലെയിം. ഇപ്പോൾ ന്യൂട്രൽ ഫ്ലെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിജനും അസറ്റിലിനുമാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. അത് കറക്റ്റ് പ്രപ്പോർഷനായിട്ട് ആയിട്ടാണെങ്കിൽ, അത് 1:1 എന്നുള്ള കറക്റ്റ് പ്രപ്പോർഷനായിട്ടാണ് ഉണ്ടാകുന്ന ഫ്ലെയിം എന്ന് പറയുന്നത് ന്യൂട്രൽ ഫ്ലെയിം ആയിരിക്കും. പിന്നെ ഓക്സിഡൈസിങ് ഫ്ലെയിം എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിനകത്ത് ഓക്സിജൻ്റെ അളവ് കൂടുതലും അസറ്റിലിൻ്റെ അളവ് കുറവുമായിരിക്കും. അപ്പോൾ അതെന്ന് പറയുന്നത് എന്തായിരിക്കും? ഓക്സിഡൈസിങ് ഫ്ലെയിം ആയിരിക്കും. ദെൻ റെഡ്യൂസിങ് ഫ്ലെയിം എന്ന് പറയുന്നത് അസറ്റിലിൻ്റെ അളവ് കൂടുതലും ഓക്സിജൻ്റെ അളവ് കുറവാണെന്നുണ്ടെങ്കിൽ അതാണ് റെഡ്യൂസിങ് ഫ്ലെയിം ആയിരിക്കും. അപ്പോൾ ഇതിനകത്ത് ന്യൂട്രൽ ഫ്ലെയിം നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുന്നത്, ഓക്സിഡൈസിങ് ഫ്ലെയിം എവിടെയാണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കാർബറൈസിങ് ഫ്ലെയിം എവിടെയാണ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് അറിയാനുള്ളത്. അപ്പോൾ അതൊന്നും കൂടെ ഞാൻ പറയാം എന്താണ് ന്യൂട്രൽ ഫ്ലെയിം. അപ്പോൾ ന്യൂട്രൽ ഫ്ലെയിം ഈസ് പ്രൊഡ്യൂസ്ഡ് വെൻ ഈക്വൽ വോളിയംസ് ഓഫ് ഓക്സിജൻ ആൻഡ് അസറ്റിലിൻ ആർ മിക്സ്ഡ് ഇൻ ദി വെൽഡിംഗ് ടോർച്ച് ആൻഡ് ബേൺഡ് ദി ടോർച്ച് ടിപ്പ്. Oxygen acetylene ratio is 1:1. The temperature of the flame is of the order of 3260 degrees Celsius. The flame has a definite inner cone ഉണ്ടായിരിക്കും. പിന്നെ ആ ബ്ലൂ കളറും ആയിരിക്കും. അപ്പോൾ കളർ നോക്കിയിട്ട് ഇത് നമുക്ക് ന്യൂട്രൽ ഫ്ലെയിം ആണെന്ന് കണ്ടുപിടിക്കാം. Then oxidizing flame. Oxidizing flame is produced when excess of oxygen and acetylene are mixed in the welding torch and burned at the tip. Oxygen and acetylene ratio is 1:5:1. 1.5 to 1. Oxidizing flame burns with louder rod. The temperature of the flame is of the order of 3480 degrees Celsius. High temperature is done to presence of excess of oxygen. ഇതിനകത്ത് എക്സസ് ഓക്സിജൻ ഉള്ളത് കാരണം കൂടുതൽ ടെമ്പറേച്ചർ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ നമുക്ക് ഏതെങ്കിലും മെറ്റീരിയൽ ജോയിൻ ചെയ്യാനായിട്ട് കൂടുതൽ ഹൈ ടെമ്പറേച്ചർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് ഓക്സിഡൈസിങ് ഫ്ലെയിം ഉണ്ടാക്കി വിടാം. ഓക്സിഡൈസിങ് ഫ്ലെയിം എന്ന് പറഞ്ഞാൽ ഓക്സിജൻ്റെ അളവ് കൂട്ടിയിട്ടും അസറ്റിലിൻ്റെ അളവ് കുറച്ചിട്ടും നമുക്ക് ഫ്ലെയിം ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ വരുമ്പോൾ ഹൈ ടെമ്പറേച്ചർ പ്രൊഡ്യൂസ് ചെയ്യും. അത് നമുക്ക് അവിടെ യൂസ് ചെയ്യാം. ദെൻ റെഡ്യൂസിങ് ഫ്ലെയിം എന്ന് പറഞ്ഞാൽ റെഡ്യൂസിങ് ഫ്ലെയിം ഈസ് പ്രൊഡ്യൂസ്ഡ് വെൻ ഓക്സിജൻ ഈസ് സപ്ലൈഡ് ഈസ് റെഡ്യൂസ്ഡ്. അതായത് ഓക്സിജൻ്റെ സപ്ലൈ കുറയ്ക്കുന്നു അസറ്റിലിൻ കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ. ദെൻ എക്സസ് അസറ്റിലിൻ റിസൾട്ട് ഇൻ ദി കാർബൺ വിച്ച് ഗെറ്റ് decomposed in the metal. The temperature of the flame is about 3037 degrees Celsius. Then reducing flame recognized by acetylene feather having the green color assisting green in the inner cone. അതായത് ഗ്രീൻ കളർ ആയിരിക്കും അതിൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ ഇത് ഇത്രയാണ് ഏതൊക്കെ ഫ്ലെയിമാണ്, ന്യൂട്രൽ ഫ്ലെയിം ആണോ, ഓക്സിഡൈസിങ് ഫ്ലെയിം ആണ്, റെഡ്യൂസിങ് ഫ്ലെയിം എന്ന് പറയുന്നത്. ദെൻ കെമിസ്ട്രി ഓഫ് ഓക്സി അസറ്റിലിൻ വെൽഡിങ്. ഇങ്ങനെയാണ് നമ്മുടെ അകത്ത് ഫ്ലെയിം ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് പറയാം. അപ്പോൾ അതിനകത്ത് 3 സ്റ്റേജസ് ആണുള്ളത്: സ്റ്റേജ് 1, സ്റ്റേജ് 2 ആൻഡ് സ്റ്റേജ് 3. ഇപ്പോൾ സ്റ്റേജ് 1 എന്ന് പറയുന്നത് ഇൻ ദിസ് ഓക്സിജൻ കമ്പൈൻഡ് വിത്ത് അസറ്റിലിൻ ഫോമിങ് കാർബൺ മോണോക്സൈഡ് ലിബറേറ്റിംഗ് ഹൈഡ്രജൻ. അത് ഫസ്റ്റ് സ്റ്റേജ്. ദെൻ സ്റ്റേജ് 2 ദ കെമിക്കൽ റിയാക്ഷൻ ടേക്സ് പ്ലേസ് ചെയ്യുന്നു. അതിൻ്റെ ആ റിയാക്ഷൻ നടക്കുന്നു. ദെൻ തേർഡ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ 2 ഇക്വേഷനും കൂടെ കമ്പൈൻ ചെയ്ത്, അപ്പോൾ അതിൽ നിന്ന് ഫ്ലെയിം ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ഹീറ്റ് ഉണ്ടാക്കിയെടുക്കുന്നതിനുള്ള ആ ഇക്വേഷനാണ് അതിൽ കാണിച്ചിരിക്കുന്നത്. ദെൻ വെൽഡിങ്. ദെൻ അതിൻ്റെ അത് വരുന്നത് എന്താണ്, വെൽഡിങ് ടെക്നിക്സ് ഇൻ ഗ്യാസ് വെൽഡിങ്. ഇങ്ങനെയുള്ള ടെക്നിക്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ 2 ടൈപ്പാണ്: ലെഫ്റ്റ് വയർ ടെക്നിക്കും ഉണ്ട്, റൈറ്റ് വയർ ടെക്നിക്കും ഉണ്ട്. ലെഫ്റ്റ് വയർ ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ഇൻ ദിസ് മെത്തേഡ് ദ വെൽഡിംഗ് ടോർച്ച് ഈസ് ഹെൽഡ് ഇൻ ദി ലെഫ്റ്റ് ഹാൻഡ് ആൻഡ് ഫില്ലർ റോഡ് ഈസ് ഇൻ ദി വെൽഡിംഗ് ടോർച്ച് ഈസ് ഇൻ ദി റൈറ്റ് ഹാൻഡ് ആൻഡ് ഫില്ലർ റോഡ് ഈസ് ഇൻ ദി ലെഫ്റ്റ് ഹാൻഡ്. The welding torch is directed towards the unwelded part of the joint. അത് ലെഫ്റ്റ് വയർ ടെക്നിക്കാണ്. ദെൻ റൈറ്റ് വയർ ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ഇൻ ദിസ് മെത്തേഡ് ആൾസോ ദ വെൽഡഡ് ടോർച്ച് ഈസ് ഹെൽഡ് ഇൻ ദി റൈറ്റ് ഹാൻഡ് ആൻഡ് ഫില്ലർ റോഡ് ഈസ് ഇൻ ദി ലെഫ്റ്റ് ഹാൻഡ്. അപ്പോൾ ആ ഒരു ഫിഗർ നോക്കിയോടെ. അപ്പോൾ അത് 2 ടെക്നിക്കുണ്ട്, ലെഫ്റ്റ് വയർ ടെക്നിക്കും റൈറ്റ് വയർ ടെക്നിക്കും. ഇതാണ് മെയിനായിട്ട് ഈ ഗ്യാസ് വെൽഡിങ്ങിൻ്റെ അകത്ത് വരുന്നത്.